ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ഡാൻസ് തീർന്നു കഴിഞ്ഞതേയുള്ളൂ. പാട്ടിൻ്റെ താളം നിലച്ചപ്പോൾ വലിയ കയ്യടികൾ ഉയർന്നു. കിതപ്പോടെയാണെങ്കിലും ചന്ദ്രമതിയുടെ മുഖത്ത് വല്ലാത്ത അഹങ്കാരവും സന്തോഷവും നിഴലിച്ചു നിന്നിരുന്നു. പക്ഷേ ആ വലിയ സദസ്സിൽ ഒരാളുടെ നെഞ്ചെടുപ്പ് മാത്രം വല്ലാതെ കൂടി. ശ്രീകാന്തിൻ്റെ അവൻ്റെ കണ്ണുകളിങ്ങനെ തുടർച്ചയായി വാതിലിൻ്റെ അടുത്തേക്ക് നീണ്ടു. സമയം ഒരുപാട് വൈകിയിരുന്നു. എന്നിട്ടും വർഷയെ കാണാനില്ല. കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ ശ്രീകാന്ത് ആകെ വിയർത്ത് നിൽക്കുകയാണ്. ചന്ദ്രമതി നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നു. അവരുടെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞിരുന്നു. എടാ ശ്രീകാന്ത്, എന്താടാ ഇത്? എത്ര നേരമായടാ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്? എത്ര നേരമായിന്നറിയോ? ഇതുവരെയായിട്ടും എന്താ വർഷ വരാത്തത്? ചന്ദ്രമതിയുടെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു നിന്നു. ശ്രീകാന്ത് അവരെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അമ്മ ഒന്ന് സമാധാനപ്പെട്, അവൾ ഇപ്പം ഇങ്ങോട്ടേക്ക് എത്തും. വരുമമ്മേ. പക്ഷേ ആ വാക്ക് കേട്ട് സമാധാനിക്കാൻ അവിടെ ആരും തയ്യാറായിരുന്നില്ല. അപ്പോഴേക്കും ശ്രുതിയും അങ്ങോട്ടേക്ക് വന്നു. ശ്രുതിയുടെ മുഖത്ത് പുച്ഛമായിരുന്നു. എന്താ ശ്രീകാന്ത് ഇത്? മനുഷ്യനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിലും ഒരു പരിധിയൊക്കെയുണ്ട്. വരും എന്ന് പറഞ്ഞിട്ട് എത്ര സമയമായി? ഞങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ നിനക്ക് വല്ല ബോധമുണ്ടോ? ശ്രീകാന്തിനാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. അവൾ വരും സുധിയേട്ട, അവൾക്ക് എന്തോ ചെറിയ തിരക്ക് കൊണ്ടാണ് അവൾ വരാത്തത്. അതാ ഇത്ര ലേറ്റായത്, ശ്രീകാന്ത് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. ആ വലിയ ബഹളങ്ങൾക്കിടയിലൂടെ അച്ചമ്മ പതുക്കെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നു. ആ മുഖത്ത് ഒരുപാടധികം സ്നേഹവും അതിലേറെ ആശങ്കയും ഉണ്ടായിരുന്നു. അച്ചമ്മ ശ്രീകാന്തിൻ്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു, ശ്രീകാന്തേ, മോൾ ഇപ്പോൾ വരുമായിരിക്കുമല്ലേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ശ്രീകാന്ത് വേഗം തലയാട്ടി. ഏയ് ഇല്ല അച്ചമ്മേ, ഒരു പ്രശ്നമില്ല. അച്ചമ്മ ധൈര്യമായിട്ടിരിക്ക്, അവൾ ഇപ്പോഴേ ഇങ്ങോട്ടേക്ക് എത്തും. അച്ചമ്മയെ സമാധാനിപ്പിച്ചിരുത്തുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ഉള്ളിൽ ഭയം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. വർഷ എവിടെ പോയി? അവൾക്കിത് എന്തു പറ്റി? ആ സമയം തന്നെ ആൾക്കൂട്ടങ്ങളുടെ ബഹളങ്ങളിൽ നിന്നൊക്കെ അകലെ മറ്റൊരു സ്ഥലത്ത് നിന്നും സച്ചിയും രേവതിയും വർഷയോട് സംസാരിക്കായിരുന്നു. വർഷയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലെ സകല ദേഷ്യവും തെറ്റിദ്ധാരണയും അലിഞ്ഞില്ലാതാവുന്ന നിമിഷമായിരുന്നു അത്. പ്രിയയും ശ്രീകാന്തും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് വർഷ ഒരുപാടധികം തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ സച്ചിയുടെ വാക്കുകൾ അവൾക്ക് പുതിയൊരു തിരിച്ചറിവാണ് നൽകിയത്. വർഷേ, നീ വിചാരിക്കുന്നത് പോലെ ശ്രീകാന്തും പ്രിയയും തമ്മിൽ ഒരു ബന്ധവുമില്ല. സച്ചി വളരെ ശാന്തമായി അവളോട് പറഞ്ഞു കൊടുത്തു. ആ പ്രിയക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്താണ് അവളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അങ്ങോട്ടേക്ക് പോയത്. ഹോസ്പിറ്റൽ കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനാണ് അവൻ അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. അവനെന്നെ മനുഷ്യത്വം കൊണ്ടാണ്, അല്ലാതെ നീ കരുതുന്നത് പോലെ അവർക്കിടയിൽ ഒന്നുമില്ല. രേവതിയും അത് ശരിവെച്ചു. കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞപ്പോൾ വർഷയുടെ ഹൃദയം പിടഞ്ഞു. താൻ കാരണം ശ്രീകാന്ത് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവുമെന്നോർത്തപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. തൻ്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ട്. ഒരു വാക്കെങ്കിലും അവനോട് നേരിട്ട് ചോദിക്കാമായിരുന്നു. ചോദിച്ചെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. സച്ചി വീണ്ടും പറഞ്ഞു, ശ്രീകാന്തിനെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് വർഷേ ഇങ്ങനെയൊക്കെ നിനക്ക് തോന്നിയത്. അവൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. അവിടെ വേറൊരു പെൺകുട്ടിക്കും സ്ഥാനമില്ല. അവനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വർഷ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സോറി സച്ചിയേട്ടാ, എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. എന്നോട് ക്ഷമിക്ക്. സാരമില്ല വർഷേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊന്നും ഓർത്തൊരു നീ വിഷമിക്കൊന്നും വേണ്ട. അവിടെ എല്ലാവരും നിന്നെ കാത്തു നിൽക്കുവാണ്. വാ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറയും. അങ്ങനെ തെറ്റിദ്ധാരണകളുടെയൊക്കെ വലിയൊരു ഭാരം ഇറക്കി വെച്ചുകൊണ്ട് തന്നെ അവർ അവിടെ നിന്നും വേദിയിലേക്ക് തിരിച്ചു. ഹാളിൽ കാത്തിരിപ്പ് തുടർന്നു. സമയം പോകുന്നോറും മഹിമയുടെയും മധുസൂദനൻ്റെയും മുഖത്ത് സന്തോഷം കൂടിക്കൂടി വന്നു. ശ്രീകാന്ത് നാണം കെട്ട് നിൽക്കുന്നത് കാണാൻ അവർക്ക് വലിയ രസമായിരുന്നു. അവരുടെ ആ ഒരു ഇരിപ്പും ചിരിയും കണ്ടപ്പോൾ അച്ചമ്മക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ തന്നെ അച്ചമ്മ തീരുമാനിച്ചു. അച്ചമ്മ വേഗം എഴുന്നേറ്റ് വന്ന് എല്ലാവരും കേൾക്കെ തന്നെ പറഞ്ഞു, ഇനിയിപ്പോൾ കുറേ അധികം സമയമുണ്ടല്ലോ, എന്നാൽ പിന്നെ മഹിമയും കൂടി ഒരു ഡാൻസ് കളിക്കട്ടെ എന്ന്. അത് കേട്ട് മഹിമ ശരിക്കും അങ്ങ് പെട്ടുപോയി. ഡാൻസിൻ്റെ ABCD പോലും അവൾക്കറിയില്ലായിരുന്നു. അത് പിന്നെ എനിക്കൊന്നും ഡാൻസ് വലിയ വിഷമില്ല, മഹിമ വിക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അച്ചമ്മ വിട്ടുകൊടുത്തില്ല. ചന്ദ്രമതിയെ വിളിച്ചു പറഞ്ഞു, ചന്ദ്രമതി, നീ ഇവൾക്ക് അറിയാവുന്ന സ്റ്റെപ്പൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. രണ്ടുപേരും കൂടി തകർക്ക്. ഒഴിഞ്ഞു മാറാൻ മഹിമ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും അച്ചമ്മ സമ്മതിച്ചില്ല. ഒടുവിൽ ഗതികെട്ട് മഹിമയും ചന്ദ്രമതിയും ബാമയും കൂടി സ്റ്റേജിൽ കയറി ഡാൻസ് തുടങ്ങി. ഇത് കണ്ട് സദസ്സിലിരുന്ന് രവീന്ദ്രന് ചിരി അടക്കാനായില്ല. നേരത്തെ മധുസൂദനൻ രവീന്ദ്രനെ ഒരുപാടധികം കളിയാക്കിയതായിരുന്നു. അതിനുള്ള മറുപടി കൊടുക്കാൻ രവീന്ദ്രൻ കാത്തിരിക്കുകയായിരുന്നു. രവീന്ദ്രൻ നേരെ മധുസൂദനൻ്റെ അടുത്തേക്ക് ചെന്നു. അല്ല മധുസൂദന, നിങ്ങളുടെ ഭാര്യ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇത്രയും കഴിവുള്ള സ്ഥിതിക്ക് ഒരു ഡാൻസ് സ്കൂളിൽ അങ്ങ് തുടങ്ങിക്കൊടുക്ക്. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാലോ. നേരത്തെ രവീന്ദ്രനോട് മധുസൂദനൻ പറഞ്ഞ അതേ ഡയലോഗ്. അത് തിരികെ കിട്ടിയപ്പോൾ മധുസൂദനൻ തൻ്റെ മുഖം അങ്ങ് വിളറി വെളുത്തു. കുറച്ച് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു അഹങ്കാരം മുഴുവൻ എവിടെ പോയോ മറിഞ്ഞു. രവീന്ദ്രൻ അത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വർഷ എത്തിയിട്ടില്ല. മധുസൂദനൻ മഹിമയും ഇപ്പോൾ ദേഷ്യം വന്നു തുടങ്ങി. അവർ നേരത്തെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് അങ്ങ് പാഞ്ഞെടുത്തു. എടാ, എന്താടാ ഇത്? എത്ര സമയമെന്ന് വെച്ചാൽ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നത്? ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോടാ. മധുസൂദനൻ ചൂടായി. മഹിമയും വിട്ടുകൊടുത്തില്ല.
സത്യം പറയടാ, എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചു? അവൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ. നീ വിളിച്ചോ? ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വിളിച്ച് കാത്തിരുത്തി നിർത്തിയിരിക്കുകയാണല്ലോ നീ. എന്നിട്ടും അവൾ മാത്രം വന്നില്ല. ഞങ്ങൾ വിളിച്ചിട്ട് അവൾ ഫോൺ പോലും എടുക്കുന്നില്ല. എന്താടാ ഉണ്ടായത്? സത്യം പറയടാ. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിക്കും. ശ്രീകാന്തിൻ്റെ നെഞ്ചെടുപ്പ് ഇരട്ടിയായി. അങ്ങനെയൊന്നുമില്ല അങ്കിളെ, അതൊക്കെ അങ്കിളുടെ വെറും തോന്നല. അവളുടെ ഇപ്പം ഇങ്ങോട്ടേക്ക് എത്തും. ശ്രീകാന്ത് വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അതൊന്നും കേൾക്കാനൊന്നും അവർ തയ്യാറായില്ല. ശ്രീകാന്ത് വല്ലാതെ ഭയന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് സച്ചിയെ രേവതിയെ ഫോണിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. ദൈവമേ, വർഷ എങ്ങാനും എവിടേക്കെങ്കിലും പോയി കാണുമോ? അവളുടെ ദേഷ്യം വെച്ച് അവൾ ഇനി എന്ത് ചെയ്യാനും മടിക്കത്തില്ല. ഇനി വിളിച്ചു വരുത്തിയുടെ മുന്നിൽ നാണം കെടോ. ശ്രീകാന്തിൻ്റെ ഉള്ളിൽ ആകെ തീയായിരുന്നു. പെട്ടെന്നാണ് ഹാളിലെ വലിയ വാതിലിലൂടെ അവർ കടന്നു വരുന്നത്. സച്ചിയും രേവതിയും അവർക്കിടയിൽ അതിസുന്ദരിയായി ഒരുങ്ങിക്കൊണ്ട് വർഷയെ കണ്ടപ്പോൾ ശ്രീകാന്തിൻ്റെ ജീവൻ അങ്ങ് തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അവൻ വലിയൊരു ദീർഘശ്വാസം വിട്ടു. അവർ അടുത്തേക്ക് വന്നപ്പോൾ മഹിമയും മധുസൂദനയും വർഷയുടെ കയ്യിലങ്ങ് കയറി പിടിച്ചു. മോളെ നീ ഇത് ഇത്ര നേരം എവിടെയായിരുന്നു? എത്ര നേരമായി ഞങ്ങളെല്ലാവരും നിന്നെ കാത്തിരിക്കുമെന്നറിയോ? നീ ഇത് എന്ത് പരിപാടിയായി കാണിച്ചത്? മഹിമ ചോദിച്ചു. വർഷ ഒരു നിമിഷമൊന്ന് പതറി. അവൾ സച്ചിയെയും രേവതിയെയും ഒളിക്കണ്ണിട്ട് നോക്കി. പിന്നെ പെട്ടെന്നൊരു കള്ളം പറഞ്ഞു. അതച്ചാ, എൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊന്ന് തയ്ച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. അതാ ഞാൻ ഇത്ര വൈകിയത്. ഏതായാലും ഞാൻ വന്നല്ലേ അച്ഛാ. സച്ചിയും പെട്ടെന്ന് ഇടപെട്ടു. അതെ, ഇനിയിപ്പോൾ സമയം കളയാതെ വേഗം കേക്ക് കെട്ടിയാം. മഹിമക്കും മധുസൂദനും അവരുടെ മറുപടി അത്രമാത്രം വിശ്വാസമൊന്നും തോന്നിയില്ല. എന്നാലും അവരൊന്നും മിണ്ടിയില്ല. എന്നാൽ ചന്ദ്രമതിക്കും ശ്രുതിക്കും അടങ്ങിയിരിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇതെവിടെ പോയി ഇരിക്കുമായിരുന്നു ഇത്രയും നേരം? എത്ര സമയമായി? ഞങ്ങൾ എങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്നറിയാമോ? ചന്ദ്രമതി ചോദിച്ചു. ശ്രുതിയും കൂട്ടിച്ചേർന്നു. അതെങ്ങനെയാ? സമയത്തിൻ്റെ വിലയില്ലാത്തവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ബാക്കിയുള്ളവരെല്ലാം വിളിച്ച് മുഷിപ്പിക്കലല്ലേ അവൾ ചെയ്തത്. ഞങ്ങളുടെ സമയത്തിന് എന്താ ഒരു വിലയുമില്ലേ? ശ്രുതിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ. അപ്പോഴേക്കും മറ്റുള്ളവർക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് എപ്പോഴും പ്രധാന പണി. പക്ഷേ വർഷ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. ഉരുളക്ക് ഉപ്പേരി പോലെ തന്നെ അവൾ തിരിച്ചടിച്ചു. സുധേട്ടന് അത്ര തിരക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. സുധേട്ടന് പോയിക്കൂടായിരുന്നോ? അങ്ങനെ ഒരു മറുപടി ശ്രുതി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വന്നു. ഇതെന്ത് വർത്താന വർഷം നീ പറയുന്നത്? നിങ്ങളെല്ലാവരും കൂടി വിളിച്ചിട്ടില്ലേ ഞാനും ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നത്? എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്? വർഷ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ അല്ല, ശ്രുതിയേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മറുപടി പറഞ്ഞതാ. അതിന് ശ്രുതിയേട്ടത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അന്തരീക്ഷം വീണ്ടും ചൂടാകുമെന്ന് കണ്ടപ്പോൾ രേവതി വേഗം ഇടപെട്ടു. മതി, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് ആരും അടിയുണ്ടാക്കണ്ട. വാ, നമുക്ക് സമയം കളയാതെ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഹാളിൻ്റെ നടുവിലായി മനോഹരമായൊരു കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകാന്തും വർഷയും സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു കേക്കിൻ്റെ അടുത്തേക്ക് നിന്നു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. അതിൽ ഒത്തിരിയധികം സ്നേഹവും അതിലേറെ ആശ്വാസവും ഉണ്ടായിരുന്നു. കേക്ക് മുറിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വർഷ മൈക്ക് കയ്യിലെടുത്തു എല്ലാവരെയും അവളെ തന്നെ ശ്രദ്ധിച്ചു. എനിക്ക് കേക്ക് മുറിക്കുന്നതിന് മുൻപ് 2 വാക്ക് സംസാരിക്കാനുണ്ട്, വർഷ പറഞ്ഞു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്ര പെട്ടെന്ന് 1 വർഷം കടന്നു പോകുമെന്ന്. ഞങ്ങൾക്കിടയിൽ ചെറിയ അടിയും പ്രശ്നങ്ങളും പിണക്കുകളും എല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും നീണ്ടു പോവാറില്ല. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ, എല്ലാവരും കോംപ്രമൈസ് ആവും. കുടുംബജീവിതമാകുമ്പോൾ അങ്ങനെയാണല്ലോ. വർഷ സച്ചിയെ രേവതിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു. പിന്നെ ഇത്തിരി വലിയ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ ഞങ്ങൾ എപ്പോഴും പോവാറുള്ളത് രേവതി ചേച്ചിയുടെ അടുത്തേക്കാണ്. ഞങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് 2 ആൾക്കാരാണ്, സച്ചിയേട്ടനും രേവതി ചേച്ചിയും. ഞങ്ങളുടെ ജീവിതം ഇവിടെ വരെ എത്തിക്കാൻ കാരണം അവരാണ്. വർഷയുടെ ആ വാക്ക് കേട്ടപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പക്ഷേ സദസ്സിലിരുന്ന ശ്രുതിക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരാരെങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഇവർക്ക് പണ്ടേ ഇഷ്ടമല്ലല്ലോ. മഹിമയുടെയും മധുസൂദനന്റെയും ചന്ദ്രമതിയുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. അവരുടെ എല്ലാവരുടെയും മുഖം കറുപ്പിച്ചിരുന്നു. വർഷ വീണ്ടും പറഞ്ഞു. ഞാൻ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെ സ്നേഹിക്കുന്ന ഒരാളെയാ കിട്ടിയത്, രേവതി ചേച്ചിയെ. എപ്പോഴും നേർവഴിക്ക് നയിക്കാനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തരാനും ചേച്ചിക്ക് നല്ല കഴിവുണ്ട്. അതുപോലെ തന്നെയാണ് സച്ചിയേട്ടനും. ഇനിയിപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നതിൻ്റെ പ്രധാന കാരണം അവരാണ്. അവർ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നില്ലായിരുന്നുവെങ്കിൽ, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ വലിയൊരു കയ്യടി ഉയർന്നു. പിന്നെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരിരുവരും ചേർന്നിങ്ങനെ കേക്ക് മുറിച്ചു. പരസ്പരം കേക്ക് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് ചിരിക്കൊരു 1000 തിളക്കമുണ്ടായിരുന്നു. തുടർന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു. ഓരോരുത്തരായി വന്ന് ഗിഫ്റ്റ് നൽകി. രവീന്ദ്രൻ വളരെ സ്നേഹത്തോടെ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുത്തു. മഹിമയും മധുസൂദനും വലിയ വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലേസാണ് കൊടുത്തത്. ഇതൊക്കെ കണ്ടപ്പോൾ ശ്രുതിയും ആകെ ടെൻഷനായി. അവർ ശ്രുതിയെ നോക്കിയിട്ട് ഒന്ന് തോണ്ടിക്കൊണ്ട് പറഞ്ഞു. കണ്ടോ, അവർ കൊടുക്കുന്ന ഗിഫ്റ്റ് കണ്ടോ? ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് ഞാനാ. ഇനി എൻ്റെ അമ്മായിയമ്മ ഇതും പറഞ്ഞുകൊണ്ടാണ് എന്നെ കുത്തി നോവിക്കുന്നത്.
ശ്രുതിയുടെ ഉള്ളിൽ വല്ലാത്ത അസൂയയും സങ്കടവും ഉണ്ടായിരുന്നു. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇഷ്ടംപോലെ പൂത്ത പൈസ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്ത് വേണമെങ്കിലും കൊടുക്കാമല്ലോ എന്ന് അവർ ഇങ്ങനെ മനസ്സിൽ പിറുപിറുത്തു. ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ സമയത്തിന് മധുസൂദനന് ഫോൺ കോൾ വന്നു. അയാൾ ഫോണും പിടിച്ച് കുറച്ച് മാറി നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. അല്ല മധുസൂദന, ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? രവീന്ദ്രൻ വളരെ സ്നേഹത്തോട് ചോദിച്ചു. മധുസൂദനൻ വളരെ പുച്ഛത്തോടെ രവീന്ദ്രനെ നോക്കി. ഞാൻ വന്നോളാം. അല്ല, താൻ എന്തോ വലിയ ഗിഫ്റ്റ് കൊടുക്കുന്നത് കണ്ടല്ലോ, എന്താ അതിനകത്ത്? വല്ല സോപ്പ് പെട്ടിയോ ഗ്ലാസോ മറ്റതുമാണോ? രവീന്ദ്രനെ അപമാനിക്കുക എന്നതായിരുന്നു മധുസൂദനന്റെ ലക്ഷ്യം. താൻ വലിയ പണക്കാരനല്ല എന്നും രവീന്ദ്രൻ വെറും ഒരു KSRTC ഡ്രൈവറുമാണെന്നുള്ള അഹങ്കാരം അയാളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. പക്ഷേ അയാൾ പറഞ്ഞതൊന്നും രവീന്ദ്രൻ കാര്യമാക്കിയില്ല. രവീന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സോപ്പ് പെട്ടിയോ ഗ്ലാസോ ഒന്നുമല്ല കൊടുത്തത്, നല്ല ഒന്നാന്തര ഡയമണ്ടാണ് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. നിങ്ങളെപ്പോലെ കാശ് ഇറക്കി കളിക്കാനെന്നൊക്കെ എനിക്കും അറിയാം. എൻ്റെ മോൾക്ക് കൊടുക്കാനുള്ള ആസ്തിയൊക്കെ എനിക്കുമുണ്ട്. രവീന്ദ്രൻ അങ്ങനെ മറുപടി പറഞ്ഞിട്ടും മധുസൂദനൻ്റെ അഹങ്കാരം തീർന്നില്ല. അയാൾ വീണ്ടും എന്തൊക്കെയോ പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചു. ഇതൊന്നും കേട്ടു നിൽക്കാൻ രവീന്ദ്രന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നും മിണ്ടാതെ അവിടെ നിന്നു പോയി. എന്നാൽ ഈ സംസാരം മുഴുവൻ കുറച്ചകലെ മാറി നിന്ന് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു അച്ചമ്മ. തൻ്റെ മകനെ ഒരാളിങ്ങനെ കൊച്ചാക്കി സംസാരിക്കുന്നത് കേട്ട അച്ചമ്മ വെറുതെ നിൽക്കുമോ? അച്ചമ്മയുടെ സകല നിയന്ത്രണവും വിട്ടു. മധുസൂദനൻ അപ്പോഴേക്കും ഫോണിൽ സംസാരിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കളരി മർമ്മവിദ്യയൊക്കെ അച്ചമ്മക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അച്ചമ്മ പതുക്കെ അയാളുടെ പിന്നിലൂടെ നടന്നു ചെന്നു. തൻ്റെ വലതു കൈയുടെ 2 വിരലുകൾ ചേർത്ത് പിടിച്ച് മധുസൂദനന്റെ കഴുത്തിന് നേരെ ഒരൊറ്റ കുത്ത്. ആ കൃത്യമായ മർമ്മപ്രയോഗത്തിൽ മധുസൂദനനൊന്ന് ഞെട്ടിവിറച്ചു. അടുത്ത നിമിഷം അയാളുടെ നാക്ക് പുറത്തേക്ക് വന്നു. ശരീരം മുഴുവൻ തളർന്നു. അനങ്ങാൻ പോലും പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിൽ അയാളിങ്ങനെ ഒരു പ്രതിമയെപ്പോലെ നിന്നുപോയി. അച്ചമ്മ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഗാംഭീര്യത്തോടെ പറഞ്ഞു, അവിടെ നിൽക്കടാ, കുറേ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്. വന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്, നിന്റെ അഹങ്കാരം വർത്താനൊക്കെ. നിനക്ക് ഞാൻ മുന്നേ ഒരു വാണിംഗ് തന്നതാ, ഇനി ഇത് ആവർത്തിക്കരുതെന്ന്. പക്ഷേ നിന്റെ തലയിൽ അതൊന്നും കയറില്ലല്ലോ, അപ്പോൾ അതിനുള്ള പണിയായത് നിനക്ക് ഞാനിപ്പോൾ തന്നത്. എന്തെങ്കിലും പറയാനോ ചെയ്യാനോ പറ്റുന്നുണ്ടോ നിനക്കിപ്പോൾ? ഇല്ലല്ലോ, കിട്ടിയത് തന്നെയാണ്. കിടക്കട്ടെ ഒരെണ്ണം. മധുസൂദനൻ കരയാനും ചിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലായി. ആ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. മധുസൂദനൻ വായും പൊളിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ സച്ചി അത്ഭുതപ്പെട്ടു. എന്താ അച്ചമ്മ ഇത്? ഇയാൾക്കിത് എന്തു പറ്റിയെന്ന് സച്ചി ചോദിച്ചു. അച്ചമ്മ കൂളായി മറുപടി പറഞ്ഞു, ഓ, അവനിട്ട് ഞാൻ ചെറിയൊരു പണി കൊടുത്തതാ. ഒരു മർമ്മം നോക്കി ഒരൊറ്റൊന്നങ്ങ് വെച്ചു കൊടുത്തു. കുറച്ചു നേരം അവനത്ത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇത് കേട്ടപ്പോൾ സച്ചി അങ്ങ് പൊട്ടിച്ചിരിച്ചു. കൊള്ളാലോ അച്ചമ്മേ, ആള് കൊല്ലാലോ. എന്നെ കൂടി ഈ വിദ്യ ഒന്ന് പഠിപ്പിക്കാമോ? അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ പഠിപ്പിക്കാനോ? എടാ, ഞാൻ വേറൊരാളിത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. അച്ചമ്മ രേവതി ചൂണ്ടി കാണിച്ചു പറഞ്ഞു, ദേ എൻ്റെ രേവതി മോളെയാ ഞാൻ ഈ വിദ്യകളൊക്കെ പഠിപ്പിക്കുന്നത്. രേവതി കുസൃതിയോടെ സച്ചിയെ നോക്കി പറഞ്ഞു, അതേ അച്ചമ്മേ, എനിക്ക് നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ചില സമയത്ത് ചിലർക്കൊക്കെ ഇതുപോലെ ഒരു ഇളക്കം അഹങ്കാരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരുമ്പോൾ ഈ ഒരു മർമ്മവിദ്യ പ്രയോഗിക്കാൻ എനിക്ക് നല്ലതാ. രേവതിയുടെ നോട്ടവും വാക്കും കേട്ടപ്പോൾ സച്ചി ശരിക്കും അങ്ങ് പേടിച്ചു. അവൻ വേഗം അച്ചമ്മയുടെ മുന്നിൽ ഇങ്ങനെ കൈ കൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചമ്മേ, ദൈവത്തെ ഓർത്തിട്ട് എന്നെ ചതിക്കരുതേ. ഇവൾ ഇതൊന്നും പഠിപ്പിച്ചു വിടല്ലേ എന്ന് പറയും. സച്ചിയുടെ ആ ഒരു പേടിയെല്ലാം കണ്ടപ്പോൾ അച്ചമ്മക്കും രേവതിക്കും ഭയങ്കര അങ്ങ് ചിരി വന്നിട്ട് അവരങ്ങ് ഉറക്കെ ചിരിച്ചുപോയി. അവരുടെ ആ ഒരു പൊട്ടിച്ചിരിയിൽ തന്നെ ആ രാത്രിയിലെ എല്ലാ സങ്കടങ്ങളും ആശങ്ങളും അലിഞ്ഞങ്ങ് ഇല്ലാതാവുമായിരുന്നു. അപ്പോഴേക്കും നാക്കും പുറത്തിട്ട് അനങ്ങാൻ കഴിയാതെ നിൽക്കുന്ന മധുസൂദനൻ അവർക്കൊരു തമാശ കാഴ്ചയായി മാറി. അങ്ങനെ ഒരുപാടധികം സ്നേഹവും അതിലേറെ കുസൃതി നിറഞ്ഞ ആ ഒരു രാത്രി അവിടെ പൂർണ്ണമാവുകയായിരുന്നു. ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.